മണ്ഡല മകരവിളക്കിന് തുറന്ന ശബരിമല നട നാളെ അടയ്ക്കും. ശബരിമലയിൽ 357 കോടി രൂപയുടെ വർധനവാണ് ലഭിച്ചതെന്ന് റിപ്പോർട്ട്. കാണിക്ക എണ്ണുമ്പോൾ തുക വർദ്ധിക്കുമെന്നും ഭക്തരുടെ എണ്ണത്തിൽ 5 ലക്ഷത്തിന്റെ വർധനവുണ്ടായെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. 387.47 കോടി രൂപയുടെ വരുമാനമാണ് ഇത്തവണ ലഭിച്ചത്. കഴിഞ്ഞ സീസണുകളേക്കാൾ 10 കോടിയുടെ വർധനവാണിത്. കാണിക്ക എണ്ണുമ്പോൾ തുക വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം 347.12 കോടി രൂപയായിരുന്നു ആകെ വരുമാനം. അരവണ വിൽപ്പനയിൽ 146 കോടി രൂപയും അപ്പം വിൽപ്പനയിലൂടെ 17 കോടിയും ലഭിച്ചു. ഭക്തരുടെ എണ്ണത്തിൽ ഈ വർഷം വർധനവുണ്ടായി. 50 ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ സീസണിൽ ഇത് 44 ലക്ഷമായിരുന്നുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാകുമ്പോൾ നമുക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ 357 കോടി 47,71,909 രൂപയാണ് ഈ വർഷത്തെ ആകെ വരുമാനം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം വരെ 347 കോടി 12,16,884 കോടി രൂപയായി. അതനുസരിച്ച് വ്യത്യാസം ഇപ്രാവശ്യം 10 കോടി 35,55,025 രൂപ അധികമായി കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി വന്നിട്ടുണ്ട്. എല്ലാ വകുപ്പുകളുടെയും ആത്മാർത്ഥമായ ഏകോപനം ഇത്തവണത്തെ തീർത്ഥാടനം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. നിലയ്ക്കലിൽ 1100 പമ്പയിൽ 500 കണ്ടെയ്നർ ടോയ്ലറ്റുകളും ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ചു. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ 1200ഓളം ടോയ്ലറ്റുകളും സജ്ജമാക്കി. ഇത്തവണത്തെക്കാൾ മികച്ച സൗകര്യങ്ങളാവും അടുത്ത വർഷം ഒരുക്കുകയെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.